അപ്പൊ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് പുരുഷന്മാരാരും വീട്ടിലേക്ക് വരുന്നില്ല, സ്ത്രീകൾ മാത്രമേ വീട്ടിലേക്ക് വരുന്നുള്ളൂ. ഈ പുരുഷന്മാർക്കും കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് പറയാമായിരുന്നില്ലേ? നമസ്കാരം. ഒരിടത്ത് അടപ്രഥമൻ കൂട്ടിയുള്ള വലിയ സദ്യ നടക്കുകയാണ്. പായസം വിളമ്പാൻ വന്നത് തികച്ചും രസികനായ ഒരു ശാസ്ത്രികളായിരുന്നു. വലിയ ബക്കറ്റിൽ പായസവുമായി അദ്ദേഹം വരിവരിയായി ഇരിക്കുന്നവരുടെ ഇലകളിലേക്ക് വിളമ്പാൻ തുടങ്ങി. ഒരു കാരണവർ പറഞ്ഞു, പായസം അല്പം കൂടുതൽ ഒഴിച്ചു കൊള്ളുക. വിളമ്പുകാരൻ ഒരു തവി പായസം ഒഴിച്ചു കൊടുത്തു. പായസം ഇലയുടെ ഇടതുവശത്തേക്ക് പടർന്നു. കാരണവർക്ക് ആർത്തി തീരുന്നില്ല. വീണ്ടും പറഞ്ഞു, ഒരല്പം കൂടി ഒഴിക്കൂ, വലതുവശത്തേക്ക് പടരട്ടെ. ശാസ്ത്രികൾ വീണ്ടും ഒരു തവി കൂടി ഒഴിച്ചു. ഇപ്പോൾ ഇല നിറഞ്ഞു. പായസം പുറത്തേക്കൊഴുകുന്ന അവസ്ഥയിലായി. കാരണവർ ഇല നീട്ടിപ്പിടിച്ച് പിന്നെയും പറഞ്ഞു, ഒരൊറ്റ തവി നടുവിലോട്ട് പോരട്ടെ. ഇത് കേട്ടതും വിളമ്പുകാരൻ തവി ബക്കറ്റിലേക്ക് തിരികെ വെച്ചു. എന്നിട്ട് തികച്ചും ഗൗരവത്തിൽ കാരണവരെ നോക്കി കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഒരു കാര്യം പറയട്ടെ, ഇലയുടെ അതിരുകൾ നിശ്ചയിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, അത് പ്രകൃതി നിയമമാണ്. ഞാൻ ഇനിയും ഒരു തവി കൂടി ഒഴിച്ചാൽ ഈ പായസം നിങ്ങളുടെ ഇലയിൽ നിൽക്കില്ല. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ വായ നന്നായി തുറന്നു പിടിക്കുക, ഞാൻ ഈ ബക്കറ്റിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചു തരാം, അല്ലെങ്കിൽ ഇല മാറ്റി ഒരു വലിയ കിണ്ടി കൊണ്ടുവരിക, അതിൽ നിറച്ചു തരാം, അതാണ് എളുപ്പം. അത് കേട്ടതും ചുറ്റും കൂടിയിരുന്നവർ ചിരി തുടങ്ങി. പാരമ്പര്യ വിധിപ്രകാരം വി.ഡി. സതീശൻ പാചകം ചെയ്ത സദ്യ ഇലയിൽ ആവശ്യത്തിന് വിളമ്പിക്കൊടുത്തിട്ടും പി. രാജീവിന് തൃപ്തി പോരാ. ഇനി കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വായ തുറന്നു പിടിക്കുക, അല്ലെങ്കിൽ AKG ഇല്ലത്ത് നിന്നും ഒരു കിണ്ടി കൂടി കൊണ്ടുവരിക, ആവശ്യത്തിന് പകർന്നങ്ങ് തരും. ഈ ഇത്തരത്തിലുള്ള അറിവുകൾ ഭാവിയിൽ വരുന്ന പുരുഷനും സ്ത്രീയും ഉൾപ്പെടെ എല്ലാവർക്കും കൈമാറണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ലിപ്പ് ഓഫ് ടങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ എന്ന് പറയേണ്ട സത്യസന്ധതയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നത്. പശിച്ചാൽ അച്ചി പശുക്കയറും തിന്നും എന്നൊരു പഴയ ചൊല്ലുണ്ട്. വിപ്ലവകാരികൾക്ക് വിശന്നാൽ വിഷയം ഏതായാലും അവരതിനെ പർവ്വതീകരിക്കാറുണ്ട്. ഒരു കാതിൽ കൂടി കേട്ടും മറുകാതിൽ കൂടി ഇറക്കി വിടേണ്ട ഒരു വിഷയമാണ് ഈ നേതാക്കളെല്ലാം ഒരാഴ്ച എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സമരപരിപാടികളാണ് ഇവിടെ നടക്കുന്നത്? DYFI ജില്ലാ കേന്ദ്രങ്ങളിൽ സ്ത്രീകളെ സംഘടിപ്പിച്ച് വലിയ സമരങ്ങൾ നടത്തുകയാണ്. ചുമ്മാതിരുന്ന് പിത്തം പിടിക്കാതെ DYFIക്കാർ എന്തെങ്കിലും ചെയ്തൊന്ന് മേലനങ്ങട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ നാട്ടുകാരെടുത്ത് ഓടയിലെറിഞ്ഞ മുഴുത്ത നേതാക്കന്മാരും ഈ വിഷയത്തിൽ പിടിച്ച് ദിവസവും വാർത്താ സമ്മേളനം നടത്തുകയാണ്. മുൻമന്ത്രി പി. രാജീവ് ചോദിക്കുന്നത്, വിവാഹം കഴിച്ച് സ്ത്രീകൾ മാത്രമേ മരുമക്കളായി വീട്ടിൽ വരുന്നുള്ളൂ, പുരുഷന്മാരും മരുമക്കളായി വീട്ടിലേക്ക് വരുന്നില്ല എന്നാണ്. രാജീവ് ചോദിക്കുന്നത്, വന്നു കയറുന്ന പുരുഷന്മാർക്കും ഈ രുചിക്കൂട്ടിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കണം എന്നാണ്. തീർച്ചയായും വേണം. രാജീവിന് 2 പെൺമക്കളാണല്ലോ ഉള്ളത്. വീട്ടിലേക്ക് 2 മരുമക്കൾ വന്നു കയറും. അവർക്ക് ആ പാരമ്പര്യം പകർന്നു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഉദാഹരണത്തിന് പിണറായി വിജയൻ്റെ വീട്ടിൽ വന്നു കയറിയ മുഹമ്മദ് റിയാസ് മരുമകനാണല്ലോ. അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ ഭാര്യ കമലേട്ടത്തി തലശ്ശേരി സ്പെഷ്യൽ ഒറോട്ടി ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു കൊടുക്കണം. കോഴിക്കോടൻ കോഴി ബിരിയാണി തിന്ന് റിയാസ് മടുത്തു. നമുക്ക് ആ പാചക ക്ലാസ് ഒന്ന് കേൾക്കാം. മോനെ, ഇതാ കണ്ടുകൊള്ളൂ. ആ ചേരുവകൾ ഇതൊക്കെയാണ്. പുഴുങ്ങലരി അഥവാ പൊന്നിയരി 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന് വേണം, വെള്ളം ആവശ്യത്തിന്. എത്ര എളുപ്പം പഠിക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാം ആവശ്യത്തിന് മാത്രം. അനാവശ്യമായി ഒന്നും എടുക്കരുതെന്ന തത്വമാണ് ഈ ഒറോട്ടി ക്ലാസ്സിൽ അന്തർലീനമായിരിക്കുന്നത്. ഇനി തയ്യാറാക്കുന്ന വിധം പറയാം. ചൂടുവെള്ളത്തിൽ പുഴുങ്ങലരി 5 മണിക്കൂർ കുതിർത്ത് വയ്ക്കണം. ശേഷം അരി കഴുകി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഗ്രൈൻഡറിലോ ആട്ടുകല്ലിലോ അരച്ചെടുക്കുക. ഇതൊരു വാഴയിലയിൽ ഓരോ ഉരുളകളാക്കി ഉരുട്ടി വെച്ച് കൈപ്പത്തി കൊണ്ട് പരത്തിയെടുക്കുക. അരിവാൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും കൈപ്പത്തി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഇത്രയും പറഞ്ഞു കൊടുക്കുന്നതോടെ റിയാസ് കണ്ണൂറുകാരുടെ പ്രിയപ്പെട്ട വിഭവമായ ഒറോട്ടി ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ കഴിക്കാൻ ചെന്നിരുന്നപ്പോഴാണ് മറ്റൊരു വിഷയം പൊന്തി വന്നത്. അടുപ്പിൽ തീ കത്തിക്കുന്ന കാര്യം ആരും പറഞ്ഞു കൊടുത്തില്ല. ചുരുക്കി പറഞ്ഞ പാരമ്പര്യ വിധികൾ പാചകത്തിൽ പറഞ്ഞു കൊടുത്താലും തലയിൽ ആൾതാമസമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അത് വന്നു കയറുന്ന സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും. വന്നു കയറുന്ന പുരുഷന്മാർക്ക് അമ്മായിയമ്മമാർ പാചകവിധികൾ പറഞ്ഞു കൊടുക്കാത്തതിലാണല്ലോ രാജീവിൻ്റെ സങ്കടം. മരുമക്കത്തായത്തിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞതോടെ അച്ചിവീട്ടി പൊറുക്കുന്ന ആണുങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി രാജീവേ. അന്റാർട്ടിക്കയിലെ മഞ്ഞുവീഴ്ച കൊണ്ടും മെഡിറ്ററേനിയൻ കടലിലെ എൽ നിനോ പ്രതിഭാസങ്ങൾ കൊണ്ടും താൻ തോറ്റുപോയി എന്ന് വിശ്വസിക്കുന്നയാളാണ് പി. രാജീവ്. CPMലെ ബുദ്ധിജീവിയായ രാജീവിൻ്റെയൊക്കെ ഇത്തരം വില കുറഞ്ഞ വാർത്താ സമ്മേളനങ്ങൾ എന്നും നമ്മൾ കാണാറുണ്ട്. ഈ പ്രസ്ഥാനം ചെന്നുപെട്ട ദുര്യോഗത്തിൻ്റെ ആഴമാണ് ഇത് വെളിവാക്കുന്നത്.
കുറച്ച് ദിവസം ബെക്കാടിയുടെ പേരും പറഞ്ഞ് സതീശൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. അതിനുശേഷം സതീശൻ്റെ ശരീരഭാഷയുടെ രൂപമാറ്റങ്ങളായിരുന്നു ഗവേഷണ വിഷയം. ഇപ്പോൾ ഒരു പ്രസംഗത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു വരിയിൽ പിടിച്ചാണ് ഞാലുന്നത്. വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സതീശൻ തൻ്റെ പ്രസംഗം ഒന്നുകൂടി ആവർത്തിച്ചതാണ് രാജീവിനെ പ്രകോപിതനാക്കുന്നത്. കാര്യങ്ങൾ അല്പം കൂടി വ്യക്തമാക്കി പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞാൽ സതീശൻ്റെ തിളക്കം കൂടുമെന്നാണ് രാജീവ് ഉപദേശിക്കുന്നത്. സതീശൻ അത്രയൊക്കെ തിളക്കം മതി, രാജീവിന് അല്പം കൂടി തിളക്കമാകാം. ഒരുപാട് കളിയിൽ ഇനിയും തോൽക്കാനുള്ളതല്ലേ. അരശമൂട്ടിൽ അപ്പുക്കുട്ടനേക്കാൾ മണ്ടനാവുകയാണല്ലോ പി രാജീവ്. സത്യത്തിൽ ഈ രാജീവൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ചതെന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം. നമ്മളെയൊന്നും പിടിച്ചു കെട്ടി വിൽക്കാതിരുന്നത് മഹാഭാഗ്യം. വിവരദോഷത്തിൻ്റെയും ബെഡായി പറച്ചിലിൻ്റെയും ഉസ്താദാണ് ഈ പി രാജീവ്. രാജീവ് ഇങ്ങനെ ഇരുന്ന് ബെഡായി അടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചോദിക്കരുതോ, നിങ്ങളുടെ ഭരണകാലത്ത് ലക്ഷം കോടി നിക്ഷേപിക്കാൻ വന്ന വ്യവസായി എങ്ങോട്ട് പോയി രാജീവേ? അതോടെ ഇത് ഞാൻ സ്ഥലം കാലിയാക്കും. ഇങ്ങനെ ഇലയനങ്ങുന്നതിനും തുമ്മുന്നതിനുമെല്ലാം സമരം നടത്തുന്ന ഈ പാർട്ടിയെ ജനങ്ങളിനി വിശ്വാസത്തിലെടുക്കുമോ? ഏതെങ്കിലും ഒരു വീട്ടിലെ മകനല്ലേ മറ്റൊരു വീട്ടിൽ മരുമകനായി പോകുന്നത്? അതുപോലെ തന്നെ തിരിച്ചും. പി ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം പാർട്ടിക്കുണ്ടായ ഒരു വലിയ താത്വികാചാര്യനും ബുദ്ധിജീവിയുമാണ് പി രാജീവൻ. ബുദ്ധിജീവിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അങ്ങ് താഴേക്കുള്ള ഡിങ്കിരിവാലന്മാരുടെ കാര്യം എങ്ങനെയായിരിക്കും? അപ്പോൾ പിന്നെ നമ്മൾ റഹീമിനെയും ജയിക്കിനെയും ശിവപ്രസാദിനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അന്തം കമ്മി എന്നതിനേക്കാൾ ഭീകരമായ ഒരു വാക്ക് ഈ തോൽവികൾക്കിടാനായി ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? ഈ രാജീവിന് കൈരളി ചാനലിൽ ഏതെങ്കിലും ഒരു കോമഡി ഷോ അവതരിപ്പിച്ചുകൂടെ? ഗോവിന്ദനെയൊക്കെ അതിഥിയായി വിളിച്ചാൽ എന്ത് രസമായിരിക്കും. പാർട്ടിയുടെ ആഹ്വാനം കേട്ട് കുറേ യുവതികൾ സമരത്തിനായി പ്ലക്കാർഡും പിടിച്ച് ബാനറും പിടിച്ച് നാടാകെ പ്രകടനം നടത്തുകയാണ്. പ്രകടനമെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിൽ കയറി ചെന്ന് ഉണ്ണാൻ കൈ കഴുകിയിരിക്കുമ്പോൾ അമ്മമാരൊരു ഒഴിഞ്ഞ പാത്രവും കടിച്ചുകൂട്ടാൻ ഒരു വറ്റൽമുളകും എടുത്ത് കയ്യിൽ കൊടുക്കണം. ഇത്തരം ആഭാസത്തരവുമായി നടന്നാൽ പണ്ടത്തെ അമ്മമാരായിരുന്നെങ്കിൽ ചെരവത്തടി എടുത്ത് വീക്കുമായിരുന്നു. ഇത്തരക്കാർ എങ്ങനെ സ്വന്തം പിതാവിനും സഹോദരനുമൊക്കെ ഒരു പിടി ചോറ് ഉണ്ണാൻ കൊടുക്കും? പാർട്ടി ആഹ്വാനപ്രകാരം പുരുഷന്മാർക്ക് വെച്ച് വിളമ്പാൻ ഉള്ളവരല്ല സ്ത്രീകൾ. DYFI വിതരണം ചെയ്യുന്ന പൊതിച്ചോറെല്ലാം പുരുഷന്മാർ ഉണ്ടാക്കി തരുന്നതാണോ? UDF അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം പോലും അവർക്ക് സ്വസ്ഥത കൊടുക്കാതെ കൊടിയും വടിയുമായി CPM-ഉം പോഷക സംഘടനകളും രംഗത്തിറങ്ങുമെന്നുള്ളത് ജനങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇറങ്ങുന്നതെല്ലാം ചീറ്റിപ്പോവുക മാത്രമല്ല, ജനങ്ങൾ നിങ്ങളെ പുച്ഛിക്കുകയാണ് സഖാക്കളെ. ഇത്രയേറെ വകതിരിവില്ലാത്തൊരു വർഗമായി പോയല്ലോ ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനവും അതിൻ്റെ മാനേജർ സഖാക്കളും.